ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന അല്ലെങ്കിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ഫ്രണ്ട് ആപ്പ്. അപ്പോൾ ഈ ഫ്രണ്ട് ആപ്പ് ഒരു ഡേറ്റിംഗ് ആപ്പാണ്. ഡേറ്റിംഗ് ആപ്സ് ഫ്രണ്ട് ആപ്പ് പോലെ തന്നെ വേറെ കുറേ ആപ്സ് ഉണ്ട്. പക്ഷേ ഈ ഫ്രണ്ട് ആപ്പിൻ്റെ ഈ ന്യൂസ് ഇന്ന് തരംഗമായി നിൽക്കാൻ മെയിൻ കാരണമെന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ആപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ ആഡ് ചെയ്തുകൊണ്ട് കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ അതിന് പ്രൊമോഷൻ വീഡിയോ ചെയ്ത് വ്യൂവേഴ്സിന് അല്ലെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിലോട്ട് അത് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഈ ഫ്രണ്ട് ആപ്പ്. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അറിഞ്ഞാണോ അറിയാതെയാണോ ഇതിൻ്റെ പിന്നാമ്പർ അല്ലെങ്കിൽ ഈ ആപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിഞ്ഞിട്ട് കൊണ്ടാണോ അറിയാതെയാണോ ഇവർ ഈ ആപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ വീഡിയോസ് ഇട്ടതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും അവരുടെ കീശ നിറഞ്ഞു. അവരുടെ വ്യൂവേഴ്സിൻ്റെയും സബ്സ്ക്രൈബേഴ്സിൻ്റെയും എസ്പെഷ്യലി ആണുങ്ങളുടെ കീശ കാലിയാകുന്ന ഒരു ആപ്പാണ് ഫ്രണ്ട് ആപ്പ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് വളരെ പ്രഗത്ഭരായ കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് ഈ ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇമാതിരി വീഡിയോ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയോ വ്യൂവേഴ്സിനെയോ ഇങ്ങനെ പറ്റിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ കുഴി ചാടിക്കുന്ന ഈ വക ആപ്പുകളോ കാര്യങ്ങളോ ഒന്നും പ്രൊമോട്ട് ചെയ്യരുതെന്നാണ് എനിക്ക് ഇങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സിനോട് പറയാനുള്ളത്. ഇതിൽ വളരെ രസകരമായ കാര്യമെന്ന് പറയുന്നത്, ഇവരെല്ലാം എടുത്തു പറയുന്ന ഒരു കാര്യം, വളരെ സേഫായിട്ടുള്ള ആപ്പാണ്, ഫേക്ക് അല്ല. പിന്നെ എന്താണ്, ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കാനായിട്ട് വോയിസ് വെരിഫിക്കേഷൻ വരെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ശരിക്കും ഈ വോയിസ് വെരിഫിക്കേഷൻ എന്തിനാണ് എന്നുള്ളത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഇവർ പറയുന്നുണ്ട്, നമുക്കതിൽ കിട്ടുന്ന ഗിഫ്റ്റും റോസും ഒക്കെ മണിയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാമെന്നാണ് ഇവർ പറയുന്നത്. അതേപോലെ തന്നെ ഇവർ പറയുന്നുണ്ട്, നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വളരെ ജെനുവിനായിട്ടുള്ളൊരു ആപ്പാണെന്ന് ഇവരിതിനെ പറയുന്നുണ്ട്. ഇനി ഏത് രീതിയിലാണ് ഇതിൽ നമുക്ക് വരുമാനം കിട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് പിറകെ പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം അതൊന്ന് കണ്ടിട്ട് വരണം. ആളുകൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളുടെയും എന്താ പറയുക, ഫാമിലീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാനും അതുപോലെ കുടുംബജീവിതം തകരാനും അതുപോലെ തന്നെ ഡേറ്റിങ്ങിലൊക്കെ ഏർപ്പെട്ടിട്ട് പല രീതിയിൽ ഫേക്കായിട്ടുള്ള കോൾസിലും അതേപോലെ ഫേക്കായിട്ടുള്ള അക്കൗണ്ട്സിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് പേയ്മെൻറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഈ ആപ്ലിക്കേഷൻ സൂക്ഷിച്ച് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല ആളുകളും ഇത് ഫേക്കായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജെൻസും ചാടിക്കയറി ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കേട്ടില്ലേ, അവർ ഈ വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട്, ഇതിൽ ഫേക്ക് ഐഡീസ് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ ക്യാഷ് നഷ്ടമാവാനും ചാൻസ് ഉണ്ട്. ക്യാഷ് നഷ്ടമാവെന്ന് പറഞ്ഞാൽ വേറെ ആരുടെ ഗേൾസിൻ്റെ ഒന്നും നഷ്ടത്തില്ല, ഇതിനകത്ത് ബോയ്സിനാണ് ഒരുപാട് ക്യാഷ് നഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ ക്യാഷ് വരെ നഷ്ടമാകാമെന്നാണ് ഇവർ പറയുന്നത്. അതേപോലെ തന്നെ കുടുംബജീവിതങ്ങൾ പോലും തകരാൻ ചാൻസ് ഉള്ള ഒരു ആപ്പാണ്, അതിന് വഴിയൊരുക്കുന്ന ഒരു ആപ്പാണെന്ന് ഇവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരാളുടെ ലൈഫ് സ്പോയിലാകാനുള്ള ചാൻസും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഒരാളുടെ ലൈഫ് പോലും സ്പോയിലാക്കാൻ ഈ ആപ്പിന് കഴിയും. ഇനി എന്താണ് ഫ്രണ്ട് ആപ്പ്? ഈ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ജെൻഡർ കാര്യങ്ങളൊക്കെ ചോദിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവർ വോയിസ് വെരിഫിക്കേഷൻ ചോദിക്കുന്നത്, നമ്മൾ ആ വീഡിയോയിൽ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് വോയിസ് വെരിഫിക്കേഷൻ ചോദിക്കുന്നത് കൊണ്ട് അത് എന്താണ്, ഈ അക്കൗണ്ട് ഫേക്കല്ല, ജെന്യുവിനായിട്ട് വിശ്വസിക്കാമെന്ന്. ശരിക്കും വോയിസ് വെരിഫിക്കേഷൻ ഇവർ ചോദിക്കുന്നത് അക്കൗണ്ട് ഫേക്കാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനൊന്നും അല്ല, ജെൻഡർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വോയിസ് വെരിഫിക്കേഷൻ ചോദിക്കുന്നത്. വോയിസ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് അത് മെയിൽ വോയിസ് ആണെങ്കിൽ അതിൽ ക്യാഷ് പേ ചെയ്താൽ മാത്രമേ അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഗേൾസ് ആണെങ്കിൽ, ഗേൾസിൻ്റെ വോയിസ് ആണ് കേൾക്കുന്നതെങ്കിൽ അവർക്ക് ക്യാഷ് ഒന്നും പേ ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് അവർക്ക് ആ ആപ്പ് ഉപയോഗിക്കാം. ഇനി നമ്മൾ ബോയ്സ് ഇതിനകത്ത് ക്യാഷ് അടച്ച് ഈ
ആപ്പിനകത്ത് കയറിയെന്ന് വെച്ചോ, ശരിക്കും അതിന് മുന്നേ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതൊരു 18+, ഒരു അഡൾട്ട് ആപ്പാണ് ഈ ഫ്രണ്ട് ആപ്പ്. 18+ ആപ്പാണ്, 100% അഡൾട്ട് ആപ്പാണ്. അപ്പോൾ ആണുങ്ങൾ ഇതിനകത്ത് പേ ചെയ്ത് ഈ ആപ്പിൽ കയറിയ ശേഷം അതിനകത്ത് കുറേ ഓപ്പോസിറ്റ് ജെൻഡർ ഫ്രണ്ട്സ് ലിസ്റ്റ് അവർക്ക് കാണും. അപ്പോൾ അതിൽ ഇവരോട് സംസാരിക്കാൻ താല്പര്യമുള്ളവരെ ഇവർക്ക് തിരഞ്ഞെടുത്തിട്ട് അവരുമായിട്ട് ചാറ്റ് ചെയ്യാം. ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമാണോ, കഴിച്ചോ, അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചാറ്റൊന്നുമല്ല. ഇത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു സെക്ഷുവൽ ചാറ്റ് എന്ന് വേണമെങ്കിൽ പച്ചയ്ക്ക് പറയാം. അത്രയ്ക്ക് മോശമായ ഒരു ആപ്പാണ് ഈ ഫ്രണ്ട് ആപ്പ്. അതിൽ ഇവർക്ക് വീഡിയോ കോളിംഗ് വിളിക്കാം, വോയിസ് കോളും വിളിക്കാം. ഇനി ആണുങ്ങൾക്ക് വീഡിയോ കോളിംഗ് വിളിക്കണമെങ്കിൽ പൈസ കൂടുതൽ കൊടുക്കണം, വോയിസ് കോൾ ആണെങ്കിൽ പൈസ കുറച്ച് കൊടുക്കണം. അതേപോലെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ വീഡിയോ കോളിംഗ് ആണെങ്കിൽ അവർക്ക് പൈസ കൂടുതൽ കിട്ടും, വോയിസ് കോൾ ആണെങ്കിൽ പൈസ കുറച്ച് കിട്ടും. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെയാണ് ഇവരിതിൽ കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഇപ്പോൾ ഈ ആപ്പിന് അഡിക്റ്റ് ആവുന്നത് ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഗേൾസും പിന്നെ അതേപോലെ തന്നെ വീട്ടമ്മമാരുമാണ്. കാരണം ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് അതൊരു വരുമാനമാണെന്ന് കാണുമ്പോൾ പൈസ കിട്ടുമെന്ന് അറിഞ്ഞാൽ മനുഷ്യർ എന്തിനും ഇറങ്ങുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അവർക്ക് പൈസ കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തിനും തയ്യാറായി നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ് കൂടുതലും ഈ ഫ്രണ്ട് ആപ്പിന് അഡിക്റ്റ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് വീട്ടമ്മമാരും. അവർക്ക് സൈഡിൽ കൂടെ ഇൻകം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായി അവരൊക്കെ അതിൽ വഴുതി വീഴും. അപ്പോൾ ശരിക്കും ഈ ഇൻഫ്ലുവൻസേഴ്സ് ഇതൊരു ഫ്രണ്ട് ആപ്പാണ്. അതായത് ഫ്രണ്ട്സിനെ നമുക്ക് ബോറടിക്കുമ്പോൾ സമയം പോകാനായിട്ട് ഫ്രണ്ട്സിനെ കിട്ടും, ജെന്യുവനായിട്ടുള്ള ആപ്പാണ്, സേഫാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിലോട്ട് കൊണ്ടുവന്ന് ഇവരിത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഈ ക്യാഷ് കിട്ടുമെന്ന് പറയുമ്പോൾ ഒന്നും കൂടെ അവർക്കൊരു ഇൻസ്പിറേഷൻ കാണും. നമുക്കത് എന്തായാലും ഒരു വരുമാനമല്ലേ, ഉപയോഗിച്ച് നോക്കാം. അതിനകത്ത് കയറി കഴിയുമ്പോഴായിരിക്കാം പലരും ഇങ്ങനെയാണെന്നറിഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്നാൽ പൈസ മോഹിച്ച് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ആണുങ്ങളുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ അവരുടെ കീശ കാലിയാവും. അതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത. അവർക്ക് ക്യാഷ് കൊടുത്താൽ മാത്രമേ ഈ ആപ്പിൽ ചാറ്റ് ചെയ്യാനോ വീഡിയോ കോളിംഗ് വിളിക്കാനോ വോയിസ് കോളിംഗ് വിളിക്കാനോ എന്താണെങ്കിലും പറ്റത്തുള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനോട് എനിക്ക് വീണ്ടും ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ പ്രൊമോഷൻ വീഡിയോസ് ഒന്നും ചെയ്യരുത്. അത് എത്രത്തോളം ജെന്യുവിനാണെന്ന് അന്വേഷിച്ചാൽ മാത്രം നിങ്ങൾക്ക് കാശ് കിട്ടി നിങ്ങൾക്കത് ബെനിഫിറ്റ് ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ വ്യൂവേഴ്സിനെ, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ ചതിക്കുന്നതിന് തുല്യമാണ്. അവരുടെ ഭാവി പോലും നിങ്ങൾ കളയുന്നതിന് തുല്യമാണ്. എത്ര കുട്ടികൾ ആ വീഡിയോ കണ്ടിട്ട് ആ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വഴിതെറ്റിട്ടുണ്ടായിരിക്കാം. ഇതിനോടൊപ്പം തന്നെ എന്തോരം പേരുടെ ജീവിതം, ലൈഫ് സ്പോയിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. എത്രയോ കുടുംബങ്ങൾ തകർന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളെ മാത്രം കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ കണക്കിലെടുത്ത് അവരെക്കുറിച്ചും കൂടെ ചിന്തിച്ചുകൊണ്ട് ജെന്യുവിനായിട്ടുള്ള പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. കുറേ തവണ എടുത്ത് പറഞ്ഞു ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് എന്നതിൽ. അത് ഇതിനോടകം തന്നെ ഓൾറെഡി ഒരുപാട് പേര് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം ഈ ഫ്രണ്ട്സ് ആപ്പിലെ പ്രൊമോഷൻ വീഡിയോസ്. അതായത് നമ്മുടെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ബിഗ് ബോസിലെ താരം കൂടെ ജാസ്മിൻ ജാഫർ, അത് അവരൊക്കെ ആ പ്രൊമോഷൻ വീഡിയോ ചെയ്തിരിക്കുന്ന കാണണം. നമ്മൾ ശരിക്കും അത് ഈ ആപ്പിനെ കുറിച്ചുള്ള ശരിക്കുമുള്ള റിയാലിറ്റി അറിഞ്ഞ ശേഷം ആ പ്രൊമോഷൻ വീഡിയോ കാണുമ്പോൾ അവരോട് പുച്ഛവും നമുക്ക് ചിരിയും വരും. അതൊക്കെ കാണുമ്പോൾ എങ്ങനെ ഇവർക്ക് പറ്റുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ രണ്ടാമത് കൂടുതൽ എണ്ണിക്കുന്ന പേര് മൈ വേ ബൈ കല്യാണി, അത് പിന്നെ ബബി. പിന്നെ ഇടയിൽ ഞാനൊരു പേര് കേട്ട് ഗ്ലാമി ഗംഗ. എനിക്കത് തോന്നുന്നില്ല ഗ്ലാമി ഗംഗയ്ക്ക് ഇത് ചെയ്യും എന്ന്. ഞാൻ കണ്ടില്ല ഗ്ലാമി ഗംഗ അങ്ങനെ ഒരു വീഡിയോ ചെയ്യിക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ നാളുടെ എല്ലാ വീഡിയോയും കാണുന്ന ഒരാളാണ്, പക്ഷെ ഞാൻ അങ്ങനെ കണ്ടില്ല. അങ്ങനെ ഒരു പേരിടയ്ക്ക് വന്നു. പക്ഷേ ഗ്ലാമി ഗംഗയെ പോലൊരു കുട്ടിയൊക്കെ ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ എത്ര ജെന്യുൻ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്കതിന് ചെക്ക് ചെയ്യണം ആളങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ ഫേമസായി നിൽക്കുന്ന കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേരാണ് ഇപ്പോൾ മുൻനിരയിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, ചാടിക്കയറി നിങ്ങളിതൊക്കെ ഈ പ്രൊമോഷൻ വീഡിയോ കണ്ട് ചാടിക്കയറി ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തൊക്കെ ഈ ആപ്പൊക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ അതിൻ്റെ പിന്നിൽ എന്താണെന്നും അതെന്താണെന്ന് മനസ്സിലാക്കി, അതായത് തെറ്റായ ഒരു ആപ്പാണെന്ന് മനസ്സിലായ ഉടനെ തന്നെ അതൊന്ന് സ്കിപ്പ് ചെയ്ത് മാറാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെയാണ് സ്പോയിൽ ചെയ്യുന്നത്, നിങ്ങളുടെ ക്യാഷാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.